നമസ്കാരം, ഞാൻ ഗണേശൻ തിരുമേനി, ഹരിഹരമഠം, കൊല്ലം. സാമ്പത്തികം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. പൈസ വരുന്നുണ്ട്, പക്ഷേ അത് ഫലപ്രദമായിട്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു രൂപ പോലും നമുക്ക് സേവിങ് ആയിട്ട് വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല. 1000 രൂപ വന്നാൽ 2000 രൂപയുടെ ചെലവാണ്. ഈ ഇത്തരം വിഷയങ്ങൾ പലരും ഇവിടെ വരുമ്പോൾ പറയുന്നതാണ്. എന്നാൽ നമുക്ക് വരുന്ന സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിലനിർത്തുവാനും നമുക്ക് ആവശ്യമുള്ള സമയത്ത് സാമ്പത്തികം നമ്മുടെ കൈകളിൽ എത്തുവാനും സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതി ഉണ്ടാകുവാനും ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കും. അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു വസ്തുത, നമ്മൾ പൈസ സൂക്ഷിക്കുന്ന സ്ഥലം, അവിടെ ആ പൈസ അല്ലാതെ മറ്റ് ബില്ലുകളോ ചെലവായതിന്റെ കണക്കുകളോ വേറെ ഒന്നും തന്നെ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ പൈസ സൂക്ഷിക്കുന്ന ബാഗിലോ അല്ലെങ്കിൽ അറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരിയുടെയോ അല്ലെങ്കിൽ മേശയുടെയോ ഒക്കെ വിരിയായിരിക്കാം, അവിടെ പൈസയോടൊപ്പം ഒരു തുണിക്കകത്തൽപ്പം നെല്ല് കിഴിയായി കെട്ടി ഈ പൈസയോടൊപ്പം സൂക്ഷിക്കുക. കൂടാതെ ഒരു നാഴിക്കകത്തോ അല്ലെങ്കിൽ ചെങ്ങഴിക്കകത്തോ നിറയെ നാണയങ്ങൾ ഇട്ട് അതിനോടൊപ്പം സൂക്ഷിച്ചു വെക്കുക. ഒരു ദിവസത്തെ ക്രയവിക്രയങ്ങൾ ആരംഭിക്കുമ്പോൾ ആ നാണയം സൂക്ഷിച്ചിട്ടുള്ള നിറനാഴിയിൽ നിന്നും ഒരു നാണയവും കൂടി എടുത്ത് ആ ദിവസത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. കൂടാതെ വൈകുന്നേരമോ മറ്റെപ്പോഴെങ്കിലുമോ തിരികെ 2 നാണയം കൊണ്ടുവന്ന് അവിടെ തിരിച്ചു വെക്കണം. പിന്നീട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരംശം അത് നമ്മുടെ ദേശദേവതയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരദേവതയ്ക്കോ ആയി കൊടുക്കണം. അതിന് അവർ അവകാശിയാണ്. അപ്രകാരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗുരുവായൂരും അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പല ബിസിനസ്സുകാരും വലിയ കാണിക്കകൾ സമർപ്പിക്കുകയും വലിയ സ്വർണം പോലെയുള്ള വലിയ വസ്തുക്കൾ സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇവരൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിലെ ഒരു പാർട്ട്ണറായിട്ട് ആ ദേവതയും കൂടി കണ്ടുകൊണ്ടാണ് അവർ ബിസിനസ് ആരംഭിക്കുന്നത്. അവരുടെ ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ആ ദേവതയ്ക്ക് കൊടുക്കും. അത് വർഷത്തിലൊരിക്കൽ ആ ദേവതയുടെ ക്ഷേത്ര സങ്കേതത്തിൽ കാണിക്കയായിട്ട് കൊണ്ട് സമർപ്പിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു അംശം നമ്മുടെ കുടുംബ പരദേവതയ്ക്കായി മാറ്റിവെച്ച് വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുന്ന കാലയളവിൽ അതൊരു കാണിക്കയായിട്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ആടയാഭരണ വസ്തുക്കളായിട്ടോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പിന്നീട് പൈസ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ ആതിഥേയത്വമൊക്കെ സ്വീകരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ട് അവർ പോകാൻ നേരത്ത് നമ്മൾ പറയും വീണ്ടും വരണം എന്ന് പറഞ്ഞാണ് വിടുന്നത്. നമ്മളൊരു വീട്ടിൽ അതിഥിയായിട്ട് ചെല്ലുമ്പോഴും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾ യാത്ര ചെയ്യിക്കാൻ നേരത്ത് വീണ്ടും വരണം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വീണ്ടും ഒരിക്കലൂടെ വരണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം ഉണ്ടാവുകയും വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ആ വീട്ടിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്രകാരം വേണം നമ്മൾ പൈസ ചെലവഴിക്കുമ്പോൾ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരിക്കലും മനസ്സുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രയോഗിക്കുവാനായിട്ടുള്ള സാമ്പത്തികം ആ സമയത്ത് നമ്മുടെ കയ്യിൽ വന്നു, അത് എപ്രകാരമെങ്കിലും വന്നു, അതിനുള്ള ഒരു നന്ദി ഈശ്വരനോട് നമ്മൾ അറിയിക്കണം. അതോടൊപ്പം തന്നെ അത് ചിലവഴിക്കുമ്പോൾ വീണ്ടും വരണം എന്ന ഒരു മനോഭാവത്തോടു കൂടി വേണം ആ പൈസ ചിലവഴിക്കുവാനായിട്ട്. അങ്ങനെ ചിലവഴിക്കുവാണെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് പൈസ പലതരത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണാം. പിന്നീട് മറ്റൊരു വസ്തുത, നമ്മൾ പൈസ പോക്കറ്റിലേക്ക് സൂക്ഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഉമിനീര്, വിയർപ്പ്, മലമൂത്ര വിസർജ്യങ്ങളൊന്നും പൈസയിൽ പറ്റുവാനായിട്ട് പാടില്ല. പിന്നീട് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു അംശം നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. ദാനധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അർഹമായ കാര്യങ്ങൾ നമ്മുടെ കഴിവിനൊത്ത രീതിയിൽ സഹായിക്കണം. ഇപ്പോൾ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ട് സാധിക്കത്തില്ല, പക്ഷേ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ആ ഹോട്ടലിൻ്റെ പരിസരത്ത്
ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം ആ വ്യക്തിക്ക് വാങ്ങിക്കൊടുക്കണം. നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ നമ്മുടെ പരിസരത്ത് അതിനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായത് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മതി. ആ കുഞ്ഞിന് ആവശ്യമായത് നമ്മളാൽ കഴിയുന്ന ഒരു ബുക്കോ ഒരു പേനയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അത് വാങ്ങിക്കൊടുക്കണം. അർഹതയുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ കാര്യങ്ങളാണ് ദാനങ്ങളായിട്ട് കൊടുക്കേണ്ടത്. അത് ആ ദാനം സ്വീകരിച്ച വ്യക്തി പിന്നീട് മറന്നാലും അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും നിലനിൽക്കും. അത് നമുക്കൊരു ഐശ്വര്യമായിട്ട് അഭിവൃദ്ധിയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും. കാരണം നമ്മളൊരു മനുഷ്യായുസിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ദാനധർമ്മങ്ങളാണ്. ഒരാള് ജനിച്ച് ജീവിച്ച് മരിച്ചു, ഒരാളുടെ മരണവാർത്ത അറിയുമ്പോൾ ഉറ്റ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ ജീവിത കാലയളവിൽ സമ്പാദിച്ച ഏറ്റവും വലിയൊരു സമ്പാദ്യം അത് തന്നെയായിരിക്കും. അതാണ് ദാനത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ. അത് അർഹതയുള്ള കൈകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ധനവും ധാന്യവും വർദ്ധിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരംശം നമ്മൾക്ക് ചുറ്റുമുള്ള സഹജീവികളുടെ ജീവിത ആവശ്യങ്ങൾക്കായിട്ടും വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നാൾക്കുനാൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രതയിലാക്കുകയും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ നമ്മുടെ കയ്യിൽ വരുന്ന സാമ്പത്തികത്തിന്റെ കൃത്യമായ കണക്ക് യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തി അറിയാതെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾക്ക് എത്ര രൂപയുടെ സമ്പാദ്യമുണ്ട്, എത്ര രൂപയുടെ വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ ബാധ്യതയുണ്ട്, ഈ വിഷയങ്ങൾ മറ്റൊരു വ്യക്തി അറിയാതെ സൂക്ഷിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇതൊരു മറ്റൊരാള് അറിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാം. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം എത്രയെന്ന് നമ്മൾ മാത്രം അറിയുക. അത് പൂർണ്ണമായ തോതിൽ മറ്റുള്ളവര് അറിയാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം വരുവാനായിട്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മാസത്തില് നമ്മുടെ ജന്മ നക്ഷത്രത്തില് അടുത്തുള്ള ക്ഷേത്രത്തില് ഗണപതി ഹവനം നടത്തുക. ഗണപതി ഹവനം നടത്തുമ്പോൾ തുരകാഗ്നി മന്ത്രം, ഉത്തിഷ്ഠ പുരുഷ ഹരിവിങ്കലം തുടങ്ങുന്ന ഒരു തുരകാഗ്നി മന്ത്രമുണ്ട്. ഈ മന്ത്രത്തിൽ നെല്ല് ഹോമിച്ചുകൊണ്ട് വിശേഷ വിധിയാല് ഗണപതി ഹവനം ആ ക്ഷേത്രത്തിൽ നടത്തണം. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൽ ഗണപതി ഹവനത്തിന് ചെല്ലുമ്പോൾ ഒരു നാരങ്ങ മാല ആ ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുവാനായിട്ട് സമർപ്പിക്കണം. ഇത് നമുക്ക് സാമ്പത്തികം ഉന്നമനം ഉണ്ടാകുവാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. കൂടാതെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒക്കെ ഭാഗ്യ സൂക്തം തുടങ്ങിയ അല്ലെങ്കിൽ നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്താം. കനകധാരാ സ്തോത്രങ്ങളൊക്കെ ജപിക്കാം. അതൊക്കെ ചെയ്യാം. എങ്കിലും നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കുക. സാമ്പത്തികമായ ഉന്നമനത്തിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെലവ് കുറഞ്ഞ ഒരു വഴിപാട് രീതിയാണത്. അതെല്ലാവരും ഒന്ന് അനുവർത്തിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് സാമ്പത്തികം ഭദ്രമാക്കുവാനും നമ്മുടെയൊക്കെ സാമ്പത്തികം വന്നു ചേരുവാനും നമ്മളിരിക്കുന്ന സാമ്പത്തികം നമുക്ക് നീക്കിയിരുപ്പായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യമായിട്ട് നിലനിൽക്കുവാനായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ്. ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.